നവീകരിച്ച പള്ളി നാടിന് സമർപ്പിച്ചപ്പോഴാണ് വിശ്വാസികൾക്ക് പായസവുമായി മുതിരിപ്പറമ്പ് കുന്നുമ്മൽ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ എത്തിയത്. പള്ളിയിൽ മഗ്രിബ് നമസ്കാരത്തിന് എത്തിയവർക്കെല്ലാം പായസം നൽകി. പള്ളി നിർമ്മാണ ഫണ്ടിലേക്കും ക്ഷേത്രം ഭാരവാഹികൾ സംഭാവന നൽകിയിരുന്നു. എല്ലാ കാര്യത്തിലും ഇവിടെ ഒന്നിച്ചാണ് നിലകൊള്ളാറെന്നും ക്ഷേത്രത്തിന്റെ ഉത്സവത്തിലും പള്ളി ഭാരവാഹികളും മുന്നിൽ നിൽക്കാറുണ്ടെന്നും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങളിവിടെ അമ്പലത്തിന്റെ കാര്യങ്ങളായാലും പള്ളിന്റെ കാര്യം പരസ്പരം എല്ലാ കാര്യങ്ങളും യോജിച്ചാണ് പ്രവർത്തിക്കല്. അത് നല്ല സഹകരണം അവരെ ഭാഗത്ത് നമുക്കുണ്ട്, നമ്മൾ അവരോടും ചെയ്യുന്നുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോവാണ്. അത് ഇനിയും തുടരും എന്നുള്ളതാണ് അത് പറയാനുള്ളത്. മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് ഈ സ്നേഹമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. അവര് നൽകിയ മധുരം ഇത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ നിയുക്തമായിട്ടുള്ള മുഖങ്ങളാണ്. പള്ളിയുടെ പ്രവർത്തനവുമായി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ സഹകരിച്ചു. ഇതാണ് കേരളത്തിന്റെ മതേതര മുഖം. അത് ഇവിടെ മലപ്പുറത്താവുമ്പോൾ അത് കൂടുതൽ അത് പ്രകാശമാനമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് ചേർന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ. അരുൺ, ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇപ്പോഴും ഈ തമ്മിൽ തല്ലൊക്കെ നടക്കുന്ന കാലത്ത് നമ്മുടെ നാടിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ മതസൗഹാർദ്ദം തന്നെയാണല്ലേ? പിന്നെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കാഴ്ചയല്ല, ഈ ഒരു കാഴ്ച പതിവാണ്, ഈ ഒരു മതസൗഹാർദ്ദത്തിന്റെ കാഴ്ച പതിവാണ്. അരുൺ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്ധ്യ, ഇത് മലപ്പുറത്ത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല, കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഇത് പതിവാണ്. ഇത് ഇങ്ങനെ തുടർന്നു പോകണം, ഇനിയും കാണണം എന്നുള്ള ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് കാലിക പ്രസക്തിയുള്ള ഒന്നും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ. അത് ഈ പൂക്കോട്ടൂർ മുതിരിപ്പറമ്പ് ചെമ്പ്രമ്മൽ എന്ന് പറയുന്ന മസ്ജിദിൻ്റെ, ചെമ്പ്രമ്മലിലെ ഒരു മസ്ജിദിൻ്റെ നവീകരണമായിരുന്നു. ആ നവീകരിച്ച മസ്ജിദിൻ്റെ ഉദ്ഘാടനമായിരുന്നു. പാണക്കാട് സാദിഖലി തങ്ങളാണ് ഈ നാടിനായി ഈ മസ്ജിദ് സമർപ്പിച്ചത്. അവിടെ അത്തരത്തിലുള്ള നിസ്കാരങ്ങളും പ്രാർത്ഥനാ ചടങ്ങുകളും ഒക്കെ നടന്നു. അപ്പോഴാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ പായസം വിതരണം ചെയ്ത് അവിടെ എത്തിയവർക്കെല്ലാം മധുരം കൊടുത്തത്. ഈ നിസ്കാരത്തിൽ ഏർപ്പെട്ടവർക്കും ഒക്കെ അത് അത്തരത്തിൽ മധുരമൊക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പങ്കാളികളായി മാറുകയായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നും പുതുമയുള്ള കാര്യമല്ലേ. ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് ഈ പള്ളി കമ്മിറ്റിയാണ്. പള്ളിയുടെ കാര്യം വരുമ്പോഴും അതുപോലെ തന്നെ അത് നിലനിന്നേ പോകണം. സാദിഖലി തങ്ങളും പറഞ്ഞത് അതാണ്. നമുക്ക് ഇത് പറയുമ്പോൾ അതാണ് നാടിന്റെ പൈതൃകം, അതാണ് നാടിന്റെ സഹോദരിയും സ്നേഹവും, അതാണ്. ആ ഒരു സ്നേഹമൊക്കെ അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ അരുൺ. ശരി.